നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പോയ സീസണിൽ ആഴ്സണൽ കിരീടം ചൂടി. ഇത്തവണയും അത് ആവർത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് മൈക്കൽ ആർട്ടിറ്റയുള്ളത്. മുഖ്യ എതിരാളിയായിട്ടുള്ള സിറ്റിയിൽ തലമുറ മാറ്റം എന്നല്ല, തലപ്പത്ത മാറ്റം എന്ന് പറയേണ്ട സമയമാണ്. അവരുടെ കോച്ച് പെപ് ഗാർഡിയോള പടിയിറങ്ങി. ഇനി എൻസോ മരസ്കയാണ്. അവരുടെ ടീമിൻ്റെ മധ്യനിരയിലെ ശക്തി കേന്ദ്രമായിരുന്ന റോഡ്രി പടിയിറങ്ങുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരം തീർച്ചയായിട്ടും ആഴ്സണലിന് കൂടുതൽ സാധ്യതകൾ തുറന്നിടുകയാണ്. ആഴ്സണലാവട്ടെ, അവരേറെ ആഗ്രഹിച്ചൊരു സൈനിങ് ആർട്ടിറ്റ നടത്തിയിട്ടുണ്ട്. ആർട്ടിറ്റ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ബ്രൂണോ ഗുയിമാരസിന് എത്തിക്കണമെന്ന്. അത് സാധിച്ചെടുത്തു. സാധിക്കാതെ പോയത് വിനിക്കായിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങളാണ്. വിനി എത്തിക്കണമെന്ന് വല്ലാതെ അവർ ആഗ്രഹിച്ചിരുന്നു. ടീമിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ അത്തരം ഒരു സൈനിങ് ആവശ്യമാണ് എന്ന് ആഴ്സണലിലെ തലപ്പത്തുള്ളവർ കരുതിയിരുന്നു. പക്ഷെ വിനി എത്തിയില്ല. എങ്കിലും ഇത്തവണ മികച്ച ടീമും കൊണ്ട് തന്നെയാണ് മൈക്കൽ ആർട്ടിറ്റ ഇറങ്ങുന്നത്. നമുക്ക് ആ ടീമിൻ്റെ ആദ്യ പോരാട്ടം വരാൻ പോകുന്നത് സിറ്റിക്കെതിരെ FA കമ്മ്യൂണിറ്റി ഷീൽഡിലാണല്ലോ. ആ കളി വരുന്നത് ഓഗസ്റ്റ് 16-ന്, അതായത് ഈ വരുന്ന ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 7:30-നാണ്. പ്രീമിയർ ലീഗിൽ തീർച്ചയായിട്ടും ആദ്യ മത്സരം വരുന്നത് കാവൻട്രിക്കെതിരെ ഓഗസ്റ്റ് 22-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 12:30-നാണ്. ഇനിയിപ്പോൾ കോമോയുമായിട്ട് ഏതായാലും വ്യാഴാഴ്ച ഒരു ക്ലബ് ഫ്രണ്ട്ലി നടക്കുന്നുണ്ട്. അതിലെന്ത് പെർഫോമൻസ് നടത്തുന്നത് കാത്തിരുന്ന് കാണണം. അപ്പോൾ തുടർച്ചയായി 2 പരാജയങ്ങൾ ഫ്രണ്ട്ലിയിൽ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡോട്ട്മുണ്ടിനോട് 2-3-നും ബെറ്റീസിനോട് 1-3-നും പരാജയപ്പെട്ടു. അതേസമയം ജിറോണക്കെതിരെ 1-4-ൻ്റെ മികച്ചൊരു വിജയം അവർ നേടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്ലി മത്സരങ്ങൾ ആർത്തത്ത് കണ്ടാൽ മതി. ടീമിനെ സീസണിന് വേണ്ടി ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് അത്തരം മത്സരങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ആഴ്സണലിൻ്റെ ഈ സീസണിലെ നിലവിലെ സ്ക്വാഡ് ഡെപ്താണ്. ചില ഔട്ട് ഗോയിങ്സും ഇൻകമിങ്സും ഇനിയും സംഭവിച്ചേക്കാം. ഡിഫൻസിലേക്ക് നോക്കാം. നമുക്ക് ആദ്യം ഗോൾ കീപ്പിംഗ് മുതൽ നോക്കാം. ഗോൾ കീപ്പിങ്ങിൽ ഇപ്പോൾ ഉള്ളത് റയ, കെപ്പ, പിന്നെ മെസ്ലീറിനെ എത്തിച്ചിട്ടുണ്ട്. സോ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുദ്ദേശിച്ച പോലെ തന്നെ പെർഫെക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഡിഫൻസിൽ ഗബ്രിയേലും സാലിബയുമാണ് പ്രമുഖമായിട്ടുള്ള പ്രധാനപ്പെട്ട സെൻറ്റർ ബാക്കുമാർ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സാലിബയുടെ പരിക്കൊരു പ്രശ്നമാണ്. അദ്ദേഹത്തിന് ഇനിയും സമയമെടുക്കും എന്നാണ് ഇന്നലെ ആർട്ടിറ്റ മാധ്യമങ്ങളോട് പറഞ്ഞത്. അവർ രണ്ടുപേരെയും കൂടാതെ സാൽമണും അതുപോലെ മോസ്കേരയുമുണ്ട് സെൻറ്റർ ബാക്കുമാരുടെ റോള് കൈകാര്യം ചെയ്യാൻ. ഇരു പാർശ്വങ്ങളിലായിട്ട് കലാഫിയോറി, ഹിൻകപ്പി, ടിംബർ, വൈറ്റ് എന്നിവരുണ്ട്. മധുരയിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഗുയിമാരസിൻ്റെ വരവ് അവരെ ശക്തിപ്പെടുത്തുന്നു. ബ്രൂണോ ഗുയിമാരസ്, ലൂയിസ് കെല്ലി, മെറീനോ എന്നിവർ ഒരേ പൊസിഷനിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നവരാണ്. അതേസമയം റൈസും സുബിമെൻറ്റിയും അവർക്ക് പാരിംഗ് ആയിട്ട് കളിക്കാൻ പറ്റുന്നവരാണ്. അറ്റാക്കിനെ സഹായിക്കുന്ന രൂപത്തിലാണെങ്കിൽ ഒഡേഗാർഡ് ഉണ്ട്, എസെ ഉണ്ട്, എൻവനേരി ഉണ്ട്. സോ മികച്ച രൂപത്തിലുള്ളൊരു മധ്യനിര ഇപ്പോൾ അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മുന്നേറ്റത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇടതുപാർശ്വമാണ് ചെറിയ ചില പ്രശ്നങ്ങൾ ഉള്ളത്. അതിനാണ് അവർ ഇടതുഭാഗത്തേക്ക് വിനി ജൂനിയർ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് സാധിച്ചില്ല. ഇപ്പോൾ അവിടെ ഉള്ളത് മാർട്ടിനെല്ലിയും അതുപോലെ തന്നെ പുതുതായിട്ട് എത്തിച്ചേരുള്ള സോലിസുമാണ്. അത് മതിയാകുമോ എന്നുള്ളൊരു ചോദ്യമാണ്. എന്നാൽ മറുഭാഗത്താണെങ്കിൽ സാക്കയുണ്ട്, മഡൂക്ക് ഉണ്ട്, ഡൗൺമാൻ ഉണ്ട് വലതുപാർശ്വത്തിൽ കളിക്കാൻ. പിന്നെ മുന്നേറ്റത്തിലാണെങ്കിൽ ഹാവർട്സും ഗ്യോക്കഴസും ഗബ്രിയേൽ ഹീസസും ഉണ്ട്. ഹീസസ് പുറത്ത് പോയേക്കും എന്ന ചില സൂചനകളുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ അദ്ദേഹം അവിടെ അവൈലബിൾ ആണ്. വേണ്ടി വന്ന അദ്ദേഹത്തെ വിങ്ങിലും കളിപ്പിക്കാൻ കഴിയുന്നതാണ്. നേരത്തെ ആ രൂപത്തിൽ സിറ്റിയിലൊക്കെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും മികച്ച ഒരു സ്ക്വാഡ് ഉണ്ട്, നല്ല സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്. ഇത്തവണയും ആഴ്സണൽ കിരീടത്തിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.